നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം തോന്നുന്ന ഒരാളെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം, ഇവയൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പരസ്പര ബഹുമാനവും സത്യസന്ധമായിട്ടുള്ള ആ ഒരു സമീപനവും പരസ്പരം മനസ്സിലാക്കി പിന്തുണച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായാൽ നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഇതുവരെ ചെയ്ത പരിശ്രമങ്ങളൊക്കെ പതുക്കെ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികം, ജോലി, കുടുംബം, അതുപോലെ തന്നെ പിന്തുണ, ഇവയൊക്കെ ഒത്തുചേർന്ന് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമോ ജോലിയോ അവസരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. അപ്പോൾ അതുമൂലം നിങ്ങളിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള നഷ്ടബോധം, സങ്കടം, ഇവയൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ ശക്തമായിട്ട് തന്നെ തിരിച്ച് നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന്. ഒരുപക്ഷെ പല വിധത്തിലുള്ള മാനസിക വിഷമങ്ങൾ മൂലം നിങ്ങൾ തനിച്ചാണ്. ഈ ഒരു സങ്കടത്തിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് ആരും തന്നെ ഇല്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ പല ആളുകളിലും നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രപഞ്ചം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക എന്ന്. അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബമായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആളുകളാവാം. അപ്പോൾ അവരോട് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഫീലിങ്സും എല്ലാം പങ്കുവെക്കുക എന്നുള്ളതാണ്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും അവരിൽ നിന്നുമുള്ള സഹായം സ്വീകരിക്കാനായിട്ടും നിങ്ങൾ മടി കാണിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ മുഖേന ജീവിതത്തിൽ വളരെയധികം വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി അവരുടെ കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, കർമ്മ അവരെ ഇപ്പോൾ പിടികൂടി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ കർമ്മ തുടങ്ങിക്കഴിഞ്ഞു. പതിയെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ കുറച്ചു കാലമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ പലർക്കും സാധ്യമാവുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തിക സമൃദ്ധി വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവരെ നിങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും കടമായിട്ട് വാങ്ങിയ പണം തിരികെ ലഭിക്കുന്നതാവാം. പലർക്കും എന്തെങ്കിലും ലോണുകളൊക്കെ അനുവദിച്ച് കിട്ടുന്നതാവാം. എന്തായാലും ഇവിടെ നേട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങളിൽ പലരും എത്തി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് പുതിയ തുടക്കങ്ങൾ, പുതിയ പ്രതീക്ഷകൾ, ഇവയൊക്കെ കടന്നു വരുന്നുണ്ട്. പലരും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും പല വിധത്തിലുള്ള കഴിവുകളുമുള്ള വ്യക്തികളായിരിക്കാം.
എന്നാൽ നിങ്ങളിലെ ആ ഒരു കഴിവിൽ ഒരു അസൂയ തോന്നി, ആ ഒരു കഴിവ് കൊണ്ട് നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിച്ച് ആരെങ്കിലുമൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തത് മൂലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും കിട്ടാത്തത് മൂലം നിങ്ങളിൽ പലരും നിങ്ങളിലെ അത്തരം കഴിവുകളെ ഉപേക്ഷിക്കുകയോ നിർത്തിവെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം പലരും നിങ്ങളിലെ അത്തരം കഴിവുകളെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന, നല്ല രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, വളരെയധികം ക്ഷമയോടെ ആ ഒരു കഴിവിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു കഴിവിനാൽ നിങ്ങൾക്കൊരു ഉയർച്ച വന്ന് ചേരുമെന്ന്. ഇവിടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. പലർക്കും വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട്. എന്നാൽ അവയൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കുമുള്ളത്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ, മനഃശാന്തി, ആത്മവിശ്വാസം ഇവയൊക്കെ ഈ ഒരു സമയം വന്ന് ചേരുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.